ചിത്രമല്ല, കേരളത്തിന്റെ ആകെ ഒരു ചിത്രത്തിൽ ഏത് മുന്നണിക്കാണ് ഇത്തവണ അധികാരം കിട്ടാൻ സാധ്യതയുള്ളത്? എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ 1-2 പ്രാവശ്യം ന്യൂസ് 18 പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇവര് പറയുന്നത് പോലെ രണ്ട് മുന്നണികളും അവകാശപ്പെടുന്ന പോലെ 100-ഉം 110-ഉം ഒന്നും കിട്ടത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇടതു മുന്നണിക്കായിരിക്കും ഭരണം കിട്ടാൻ പോകുന്നത്. മാജിക് നമ്പർ മറികടക്കാൻ അവർക്ക് പറ്റും. ഒരു 75 സീറ്റോളം കിട്ടാനാണ് സാധ്യത. അങ്ങനെയാണ് കാണുന്നത് കാര്യങ്ങൾ. ഈ 75 എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഒരു 5 സീറ്റ് മാറിപ്പോയാൽ ചിലപ്പോൾ ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ വരില്ലേ? അല്ല, മിനിമം അങ്ങനെ പറയാൻ പറ്റുമോ? ഒരുത്തർക്ക് ഒരു 80-85 കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ആ മുന്നണിക്ക് അധികാരം കിട്ടുമെന്നൊക്കെ. 70-75 എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 500 വോട്ട് മാറിയാൽ തന്നെ മറിയുന്ന മണ്ഡലങ്ങളൊക്കെ ഇല്ലേ? അല്ല, അതാ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിഞ്ഞും വരും. എത്ര ഇതായാലും ഒരു 75, ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു 75 സീറ്റ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന് അധികാരം കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറ്റങ്ങൾ പലതും നമുക്ക് പറയാൻ കാണും. എന്നിരുന്നാൽ തന്നെയും ഈ മുടങ്ങിക്കിടന്ന പല വലിയ പദ്ധതികളും ചെറിയ പദ്ധതികളും പാലങ്ങളും എല്ലാം ഇവര് പൂർത്തീകരിച്ച്, അതേപോലെ ഇനി പാതിയാക്കി വെച്ചിരിക്കുന്ന പല പരിപാടികളും ഉണ്ട്. ഈ പാതിയാക്കി വെച്ചിരിക്കുന്ന പരിപാടികൾ ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം അടുത്ത തവണ ആര് ഭരിക്കും? നമസ്തേ സാറേ. നമസ്തേ. ഭരിക്കുന്നതിന് എന്തായാലും BJP-യുടെ ഒരു സഹായം ഇല്ലാതെ രണ്ടു കൂട്ടർക്കും ഭരിക്കാമെന്ന് തോന്നുന്നില്ല. നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും അവർക്ക് ഭരിക്കാൻ. പിന്നെ ഈ 2 തവണ ഭരിച്ചത് നമ്മൾ കണ്ടതല്ലേ. ഈ BJP അങ്ങനെ വന്നു കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ ഇനി ചിലപ്പോൾ അങ്ങനെ വന്നു എന്ന് കരുതുക. ഒരു ഊഹമാണ്. 2 പേർക്കും ഭരിക്കാൻ ഭൂരിപക്ഷമില്ല, ഒരു 67-68 വീതം വരുന്നു, ബാക്കിയുള്ള ഒരു 5-6 സീറ്റ് BJP-ക്ക് വരുന്നു എന്നൊക്കെ അങ്ങനെ കരുതിയ BJP ഇതിനെ താരെ പിന്തുണയ്ക്കും. അല്ല, BJP പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹായം ഇല്ലാതെ വരുന്നത് ഞങ്ങളങ്ങനെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലല്ലോ സാറേ. എന്തായാലും കേരളത്തിലെ BJP-യുടെ സഹായം മേടിച്ച് കേരളത്തിൽ LDF-ഉം ഭരിക്കാൻ തയ്യാറാവില്ല, UDF-ഉം ഭരിക്കാൻ തയ്യാറാവില്ല. അവർ രണ്ടുപേരും അങ്ങനെ BJP പിന്തുണയിൽ ഭരിക്കാൻ 2 കൂട്ടരും ഒരു കാരണവശാലും തയ്യാറാവാൻ യാതൊരു വഴിയില്ല. അവസാനം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട അവസ്ഥയിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് സീറ്റ് കിട്ടി ഇങ്ങനെയൊക്കെ വന്നാൽ അതിപ്പോ ഞാനിപ്പോ ഏതിന് വോട്ട് ചെയ്ത് നിൽക്കണമെന്ന് ഞാൻ പറയാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം, അങ്ങനെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവർക്ക് ഈ മൂന്നാമത്തെ താങ്കൾ പറയുന്ന BJP-ക്ക് അന്നേരം എത്ര സീറ്റ് കിട്ടുമെന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ഞാനൊരു 10 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു. 10 സീറ്റോ? അത് ഏതൊക്കെയാണ് ആ 10 സീറ്റുകൾ? തിരുവനന്തപുരത്ത് തന്നെ 3 സീറ്റ് ഉണ്ട് സാറേ. അത് ഒന്ന് നേമം, ഒന്ന് കഴക്കൂട്ടം, ഒന്ന് വട്ടിയൂർക്കാവ്. 3ആയില്ലേ? ചാത്തന്നൂർ ഒരു സീറ്റ് ഉണ്ട് സാറേ. 4ആയില്ലേ? പിന്നീട് എല്ലാം പറയാം. പറഞ്ഞോളൂ, ആളുകളൊക്കെ അറിയട്ടെ. 4 അവിടെ തന്നെ 4. തൃശ്ശൂര് നമ്മുടെ പഴയ ലീഡറുടെ മകള് ജയിക്കും. പിന്നെ അനീഷ് കുമാർ ജയിക്കും. എവിടെയാണ് അനീഷ്? അവിടുത്തെ പഴയ ജില്ലാ പ്രസിഡന്റ്. മണലൂർ. അപ്പം 5, 1, 6. പാലക്കാട് ജയിക്കും. പാലക്കാട് 7. 8ആയോ? ഓക്കെ, എന്നാ 8. അടുത്തത് പിന്നെ 2 ഉണ്ട്. ഒന്ന് നമ്മുടെ ഓർമ്മയിൽ കിട്ടുന്നില്ല സാറേ. ഇത് ഞാൻ മഞ്ചേശ്വരം 9 വേണേ നമുക്ക് കൂട്ടാം. അങ്ങനെ അപ്പൊ അത്രയും മതിയല്ലോ സാറേ. ശരി, എന്തായാലും 10 സീറ്റ് ഉറപ്പിച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് പോലും പറയാൻ പെട്ടെന്ന് കഴിയുന്നില്ല. അല്ല, ഈ 9 സീറ്റോളം ഉണ്ട്. 10 ഞാൻ പറഞ്ഞതിനകത്ത്. ഓക്കെ ശ്രീ വിജയൻ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ശ്രീകുമാറാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യതയുള്ളത്? കേരളത്തിൽ UDF അധികാരത്തിൽ വരും. 95-100 സീറ്റിലേക്ക് UDF അധികാരത്തിൽ വരും. അത്രയും ഒരു വിജയത്തിനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഈ ആലപ്പുഴ ജില്ലയൊക്കെ ഇടത് കോട്ടയാണ്. അപ്പൊ ഈ ആലപ്പുഴ ജില്ലയിലേക്ക് ഏതൊക്കെ സീറ്റുകളാണ് താങ്കൾ UDF ഇത്തവണ അധികമായി പിടിച്ചെടുക്കുമെന്ന്? ഹരിപ്പാട് നേരത്തെ ഉള്ള സീറ്റാണ്, അല്ലാതെ ഏത് സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കായംകുളം, അമ്പലപ്പുഴ, ആലപ്പുഴയൊക്കെ ടൈറ്റ് മത്സരമാണ്. ആലപ്പുഴ AD തോമസ് ജയിക്കാൻ സാധ്യതകളുള്ള അമ്പലപ്പുഴ, ആലപ്പുഴ, കായംകുളം, ഹരിപ്പാട്, അരൂരും ചാൻസ് ഉണ്ട് അല്ലേ? അരൂരും ചാൻസ് ഉണ്ട് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ.
അങ്ങനെ 5 സീറ്റുകളില്ലേ? 5 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ആലപ്പുഴയില്ലേ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ വിലയിരുത്തൽ അങ്ങനെ. ശ്രീ വിനോദാണ് എറണാകുളത്ത് നിന്നാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഏത് മുന്നണി ജയിക്കാനാണ് സാധ്യതയുള്ളത്? LDF എത്ര സീറ്റ് LDF ലഭിക്കുമെന്നാണ് താങ്കളുടെ ഒരു കണക്കൂട്ടൽ? എന്തായാലും 100 സീറ്റിന് മേലെ കിട്ടും. എത്രയാണ്? 100 സീറ്റിന് മേലെ കിട്ടും. 100 സീറ്റിന് മേലെ കിട്ടും. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. LDF അധികാരത്തിലേറും എന്നുള്ളതാണ്. ശ്രീ വിനോദാണ് എറണാകുളത്ത് നിന്ന്. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടിയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കളൊക്കെ കുറേ കാലമായി രാഷ്ട്രീയം നിരീക്ഷിക്കുകയും പല തെരഞ്ഞെടുപ്പുകൾ കാണുകയും ഒക്കെ ചെയ്ത അനുഭവം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു പൊതു രാഷ്ട്രീയ കാലാവസ്ഥയിൽ താങ്കളുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ കേരളത്തിൽ ഏത് മുന്നണിക്ക് അധികാരത്തിൽ വരാനാണ് കൂടുതൽ സാധ്യത? നമസ്കാരം. ഈ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇന്ന്. കാരണം വോട്ടിന് മാത്രം നടക്കുന്നുള്ളൂ. അതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ചർച്ച ചെയ്യണം. കാരണം ജനങ്ങൾക്ക് ഇന്ന് വീട് കെട്ടണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏത് സർക്കാരാണ് ഏറ്റെടുക്കുന്നത്, ഏത് മുന്നണിയാണ് സാധാരണക്കാർക്ക് ഒപ്പം നിൽക്കുന്നത്, അങ്ങനെ നോക്കിയും കൂടിയാണല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത്. പക്ക പാർട്ടിക്കാർ അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അത് കഴിഞ്ഞുള്ള ഒരു 10-25% ആളുകളുണ്ട്. ആ മനുഷ്യരൊക്കെ സാധാരണക്കാർക്ക് എന്ത് ഗുണമുണ്ടാവും, നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നൊക്കെ നോക്കിയാണല്ലോ വോട്ട് ചെയ്യുന്നത്. സാധാരണക്കാരന്റെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ലല്ലോ മൊത്തത്തിൽ ജനങ്ങൾ. കാരണം ഇത് അനൗൺസ്മെന്റ് എന്തെന്നൊക്കെ പറയുന്നത് ശബരിമല അത് ഇതെന്നൊക്കെ പറയുന്നല്ലാണ്ട് സാധാരണക്കാരന് ബാധിക്കുന്നില്ലല്ലോ ഈ ശബരിമല വിഷയമൊന്നും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു 80-82 സീറ്റ് അത്രേ കൂടുതൽ. ഈ പറഞ്ഞ 100 കിട്ടാൻ സാധ്യതയില്ല. കാരണം ടൈറ്റാണ് പ്രശ്നങ്ങൾ പല മേഖലകളിലും. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾ എന്തായാലും LDF വരും എന്ന് തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ 100-110 സീറ്റ് എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കറക്റ്റാണ് സാറേ. മുഖ്യമന്ത്രി അങ്ങനെ ഒന്നും ചാടി കയറി പറയില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും നടപ്പായില്ല. അല്ല, അതൊന്നും പറഞ്ഞില്ല. അതൊന്നും അങ്ങനെ ജയിക്കുന്നു പറഞ്ഞ അത്രയാണ്. പിന്നെ ഒരു കാര്യം സാറിന് പറയാനുണ്ട്. ഇവിടെ ഗ്രാമത്തിലും പട്ടുകാവിലും ഗ്രാമത്തിൽ ടിപ്പ് കൊടുക്കാൻ പോലും കോൺഗ്രസിന് ആളില്ല. പട്ടുകാവിലും മുകളിൽ പൈസ ആവശ്യം പോലെ വാരി ചെയ്യണം. അവിടെ പാർട്ടിക്കാരില്ല, വേറെ ആളുകളൊന്നാണ് ഇത് ചെയ്യണം. പിന്നെ ഇവിടെ നമ്മളെ തിരുവനന്തപുരം ജില്ലയിലേക്ക് ശിവകുട്ടി ഭൂരിപക്ഷത്തിക്കേക്കും. ഇടതുവശം മുഖ്യമായി 100 സീറ്റിൽ വരും. പിന്നെ ഒരു കാര്യം, വി ഡി സതീശ പ്രദേശഭേദം ആവൂല, അത് ഉറപ്പാണ്. ശരി, ശ്രീ കിള്ളിപ്പാലത്ത്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസൻ, താങ്കളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏത് മുന്നണിക്ക് ഭരണം ലഭിക്കാനാണ് സാധ്യതയുള്ളത്? നമസ്കാരം സാറേ. അതായത് 2026 തെരഞ്ഞെടുപ്പ് 1956 തുടങ്ങിയ തെരഞ്ഞെടുപ്പാണ് 2026 വന്നിട്ടുള്ളത്. നെല്ലിയാൻ കഴിക്കുന്ന ഒരാളിന് പോലും CPM-നോ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരു കാലമാണ്. കാരണം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ SOP എന്ന പ്രസ്താവന പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത് CPM-ന് വേണ്ടിയാണ്. ആ CPM രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അഭിമന്യുവിനെ പോലെ വെട്ടി കുരുതി കൊടുത്ത സ്വന്തം അമ്മയെ മലയാളവും തമിഴും പറഞ്ഞ് നമ്മൾ വിധിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു, കണ്ടവരാണ്. ആ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെന്റിന് സാക്ഷീതമായ ഒരു താക്കീത് കേരള ജനത കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏത് പാർട്ടി വന്നിരുന്നാലും SOP പുറത്തവരുടെ ആത്മാവിനും അഭിമന്യുവിന്റെ ആത്മാവിനും വില കൽപ്പിക്കാത്ത ഈ CPM രാഷ്ട്രീയത്തിന് ശക്തമായ നടപടി SOPയും DYFI എടുക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു സാറേ. അവർ അധികാരത്തിൽ നിന്ന് പോവും, അവർ സഹായിക്കുന്ന ഒരു അധികാരത്തിൽ വരും. ശ്രീ വിജയനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, കേരളത്തിൽ ഏത് മുന്നണിക്കാണ് ഇപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളത്? വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും കിട്ടത്തില്ല. അങ്ങനെയാകുമ്പോൾ ഈ 140 പേര് എങ്ങനെയാ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും 2 മുന്നണിക്കാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാമതൊരുത്തർക്ക് ഒരു 2-3 സീറ്റ് കിട്ടുകയും 69-68 നിൽക്കുക, എങ്ങനെയാണ്? അതോ അതിലും കുറയും? നിങ്ങളിപ്പോ ഏത് പാർട്ടിയെ താങ്ങി പറഞ്ഞാലും ആരെ താങ്ങി പറഞ്ഞാലും ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താവും അവസ്ഥ? അപ്പൊ മൂന്നാമത് വരുന്ന ആരായിരിക്കും? എങ്ങനെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരെ LDF-നെ മാത്രം ജയിപ്പിക്കണം, അല്ലെ കോൺഗ്രസ് UDF-നെ മാത്രം ജയിപ്പിക്കണം എന്ന് നിങ്ങൾ ചാനലുകാർ തീരുമാനിച്ചാൽ തന്നെ പോരല്ലോ. ഞങ്ങളാരും ജയിപ്പിക്കാനും തീരുമാനിക്കുന്നില്ല, ഞങ്ങളല്ല വോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വോട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ചാനലുകൾ നിശ്ചയിക്കുന്ന അനുസരിച്ചൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ ബോധവും അവരുടെ അഭിപ്രായങ്ങളും അനുസരിച്ച്. ഞാനൊരു കാര്യം പറയട്ടെ. ഹലോ, പറഞ്ഞോളൂ.
നമ്മൾ ഈ ചാനൽ അങ്ങോട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലുകാരാണ് തീരുമാനിക്കുന്നത്. ഹലോ, കേൾക്കത്തില്ലല്ലോ? കേൾക്കുന്നുണ്ട് ശ്രീ വിജയൻ. ഞാനതാണ് പറഞ്ഞത്, ചാനലുകൾ വാർത്ത നൽകുന്നതിനപ്പുറത്തേക്ക് ചാനൽ വാർത്ത കണ്ടിട്ടൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളൊന്നും വോട്ട് ചെയ്യുന്നത്. വാർത്ത തന്നെ അല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാനല് നമ്മളിപ്പോ കുറെ ചാനൽ തുറന്നു വെക്കുക, ഓരോ ചാനൽ മാറി നോക്കിയാലും നിങ്ങൾ അങ്ങ് നടത്തുവാണ്. എന്തുവാ പറയുന്നത്, നമ്മള് ഇന്ന പാർട്ടി ജയിച്ചു, ഇന്നവർക്ക് ഇന്ന സീറ്റ്, മറ്റവർക്ക് ആരാണ്ട് വോട്ട് ചെയ്യാൻ ജനങ്ങൾ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ ജനങ്ങൾ ബൂത്തിച്ചെന്ന് വോട്ട് ചെയ്യും. നിങ്ങളൊരു 10,000, 1,000 അല്ലെ 50,000 പേരുടെ ഒരു കേരളത്തിലെ മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇത്ര വോട്ട് ഇത്ര അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്ന് പറഞ്ഞതല്ലേ കാര്യമുള്ളൂ. വിജയൻ, അത് പോട്ടെ, അത് എന്തേലും ആട്ടെ. എന്തായാലും അതൊന്നും കണ്ടല്ല ജനം വോട്ട് ചെയ്യുന്നത്. ജനത്തിൻ്റെതായ തീരുമാനമുണ്ട്. അല്ലാതെ കേരളത്തിലെ ചാനലുകളോ പത്രങ്ങളോ ഒന്നും ഏതെങ്കിലും തീരുമാനം എടുത്താൽ അതനുസരിച്ച് വോട്ട് ചെയ്യുന്നവരൊന്നും അല്ല കേരളത്തിലെ ജനങ്ങൾ. അതൊക്കെ നമുക്കറിയാം. അത് വിട്ടരെ. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലെ ഏത് മുന്നണി അധികാരത്തിൽ? ആദ്യം പറഞ്ഞല്ലോ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരു ആർക്കൊന്നും നമ്പർ കടക്കാതെ കേരളത്തിൽ ഭരണം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, ഇപ്പൊ കണ്ടോണം വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ UDF-ഉം LDF-ഉം കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഭരിക്കേണ്ടി വരും. അതെന്തിനാണ് അങ്ങനെ ഇവിടെ വേറെ മൂന്നാമത് അങ്ങനെ ഭരണത്തിൽ നിന്ന് വെക്കേണ്ട വലിയ ശക്തി ഇവരെ രണ്ടുപേരും വേണ്ടെന്നേ. BJP സീറ്റ് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ശരി ഇവരുടെ കൂടെ കൂടത്തില്ല. ഇതിനകത്ത് ഇപ്പൊ കൂട്ടത്തുമില്ല ശ്രീ വിജയൻ BJP-യെ. വേണ്ടെന്ന് BJP അങ്ങോട്ട് പോകുന്നില്ലല്ലോ. BJPക്ക് ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടത്തുമില്ല. അവരെ വേണ്ടെന്ന്. വേണ്ടാത്ത സാധനം കൂട്ടിട്ടെന്ത കാര്യം? നമുക്ക് വേണ്ടല്ലോ, BJPക്ക് വേണ്ട. ഓക്കെ, അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ BJP UDF-ന്റെ കൂടെ കൂടുന്ന ആരാണ്? പിന്നെ ജമാഅത്ത് ഇസ്ലാമി അല്ലെ, പിന്നെ CPM-ന്റെ കൂടെ SDPI, അവരുടെ കൂടെ BJP പോയി ചേരുവോ? ഒരു സാമാന്യ ബുദ്ധി പറയരുത് ശ്രീ വിജയൻ. ജമ്മു കാശ്മീരിൽ BJP-യുടെ സഖ്യകക്ഷിയായി ഭരണം നടത്തിയത് ആരാണെന്ന് അറിയാമല്ലോ. അതങ്ങനെ നടന്ന അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇന്ത്യയിലാകമാനം BJP-ക്ക് അതുവരെ എതിർത്തിരുന്ന മറ്റേതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രീയത്തെ പ്രദാനം ചെയ്യുന്ന സംഘടനകളുമായി ചേരുന്നതിനോ അതുവരെ തീവ്രവാദികളെ നിലപാടെന്ന് വിളിച്ചവരുമായി ചേരുന്നതിനോ ഒന്നും കേരളത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് BJP-ക്ക് അങ്ങനെ എന്തെങ്കിലും മടിയുണ്ട് നമുക്ക് അറിയാനാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരെ ആരെയും വേണ്ടെന്ന് പറയുന്നവരുടെ കൂടെ ഇവരുടെ രണ്ട് നീട്ടി സ്വീകരിക്കുന്നില്ല ഈ പാർട്ടികളെല്ലാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.